നമസ്കാരം. ജീവന്റെ നോൺ എഡിഷൻ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ശബരിമല സ്വർണ്ണക്കൊള്ള ഡി മണിയെ തേടി അന്വേഷണ സംഘം ചെന്നൈയിൽ. ചോദ്യം ചെയ്യൽ 2 ദിവസത്തിനകം. മുൻകൂർ ജാമ്യം തേടി ശങ്കർദാസും വിജയകുമാറും കോടതിയിൽ. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനം ടേം വ്യവസ്ഥയിൽ പങ്കിടാൻ ധാരണ. ആദ്യ 2.5 വർഷം VK മിനിമോൾ മേയറാവും. 2ാം ടേമിൽ ഷൈനി മാത്യു ദീപ്തിയെ തഴഞ്ഞു. അമേരിക്കൻ ഉപഗ്രഹത്തെ ബഹിരാകാശത്തെത്തിച്ച ISRO. വിക്ഷേപണം വിജയകരം. ഇന്ത്യക്ക് അഭിമാന നേട്ടമെന്ന് ISRO ചെയർമാൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബലാത്സംഗം നടത്തിയെന്ന എപ്സ്റ്റീൻ രേഖ ആരോപണം നിഷേധിച്ച നീതിന്യായ വകുപ്പ്. പ്രതികരിക്കാതെ ട്രംപ്. ലങ്കയ്ക്കെതിരായ 2ാം വനിതാ T20യിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. ഷെഫാലി വർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. പരമ്പരയിൽ ഇന്ത്യ മുന്നിൽ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പഞ്ചലോക വിഗ്രഹം വാങ്ങിയതായി ആരോപണമുയർന്ന ഡി മണിയെ തേടി SIT ചെന്നൈയിൽ എത്തി. 2 ദിവസത്തിനകം ഡി മണിയെ ചോദ്യം ചെയ്യും. അതേസമയം മുൻകൂർ ജാമ്യം തേടി KP ശങ്കർദാസും N വിജയകുമാറും കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചു. 2019-ലും 20-ലുമായി 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ ശബരിമലയിൽ നിന്ന് കടത്തിയെന്നായിരുന്നു ഡി മണിയുടെ മൊഴി. രമേശ് ചെന്നിത്തല നൽകിയ മൊഴിയെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായാണ് ഇടപാടുകൾ നടത്തിയതെന്നാണ് മൊഴി. വിഗ്രഹങ്ങൾ കടത്തിയതിന്റെ പണം കൈപ്പറ്റിയത് ശബരിമലയുമായി ബന്ധമുള്ള ഉന്നതനാണെന്നും വ്യവസായി മൊഴി നൽകി. ദുബായ് കേന്ദ്രീകരിച്ചാണ് മണിയുടെ സാമ്പത്തിക ഇടപാടുകൾ. പഞ്ചലോക വിഗ്രഹങ്ങൾക്ക് പണം നൽകിയത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചാണ്. മണി വിമാനമാർഗം തിരുവനന്തപുരത്തെത്തിയായിരുന്നു ഇടപാടുകൾ. അതേസമയം കേസിൽ മുൻകൂർ ജാമ്യം തേടി KP ശങ്കർദാസും N വിജയകുമാറും കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. A പത്മകുമാർ പ്രസിഡന്റായിരുന്ന ബോർഡിൽ ഇരുവരും അംഗങ്ങളായിരുന്നു. കേസിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണം എത്താത്തതിൽ SITയെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. അറസ്റ്റിന് സാധ്യത തെളിഞ്ഞതോടെയാണ് ഇരുവരുടെയും മുൻകൂർ ജാമ്യ നീക്കം. അതേസമയം കേസിൽ ഹൈക്കോടതി പരാമർശങ്ങൾക്കെതിരെ KP ശങ്കർദാസ് സുപ്രീംകോടതിയെ സമീപിച്ചു. തനിക്കെതിരെ കോടതി നടത്തിയ പരാമർശങ്ങൾ തന്റെ ഭാഗം കേൾക്കാതെയാണെന്നും ഇതിനാൽ പരാമർശം നീക്കണമെന്നുമാണ് ശങ്കർദാസ് സുപ്രീംകോടതി അഭിഭാഷകൻ A കാർത്തിക് മുഖേന നൽകിയ ഹർജിയിൽ പറയുന്നത്. ഹർജി സുപ്രീംകോടതി ശൈത്യകാല അവധിക്ക് ശേഷം പരിഗണിക്കും. ന്യൂസ് ഡെസ്ക് ജീവൻ. കൊച്ചി കോർപ്പറേഷനിൽ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ ടേം വ്യവസ്ഥയിൽ AI ഗ്രൂപ്പുകൾ പങ്കിടാൻ കോൺഗ്രസിൽ ധാരണ. ആദ്യ 2.5 വർഷം I ഗ്രൂപ്പിന്റെ VK മിനിമോൾ മേയറാവും. മാരത്തൺ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് തീരുമാനം. I ഗ്രൂപ്പിന്റെ VK മിനിമോൾ മേയറാകുന്ന ആദ്യ 2.5 വർഷം A ഗ്രൂപ്പിന്റെ ദീപക് ജോയ് ഡെപ്യൂട്ടി മേയറാകും. തുടർന്ന് A ഗ്രൂപ്പിലെ ഷൈനി മാത്യു മേയറും I ഗ്രൂപ്പിലെ KVP കൃഷ്ണകുമാർ ഡെപ്യൂട്ടി മേയറുമാകും. മേയർ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന I ഗ്രൂപ്പിലെ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞു. മേയർ സ്ഥാനത്തിന് ലത്തീൻ സഭ പിടിമുറുക്കിയതാണ് ദീപ്തിക്ക് തിരിച്ചടിയായത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് മിനിമോൾ. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയാണ് ഷൈനി മാത്യു. കോൺഗ്രസ് കൌൺസിലർമാരിൽ അധികവും A ഗ്രൂപ്പിനൊപ്പമുള്ളവരാണ്. ഈ സാഹചര്യത്തിൽ സഭയ്ക്ക് താൽപര്യക്കുറവുള്ള ദീപ്തിയെ മേയറാക്കുന്നതിലെ അപകടം തിരിച്ചറിഞ്ഞാണ് I ഗ്രൂപ്പ് മിനിമോളിലേക്ക് എത്തിയതെന്നാണ് വിവരം. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഷൈനിക്കായിരുന്നു കൂടുതൽ പിന്തുണ. മിനിമോളെ 17 പേർ പിന്തുണച്ചപ്പോൾ ഷൈനിയെ പിന്തുണച്ചത് 19 പേർ. ദീപ്തിക്ക് ലഭിച്ചത് 4 പേരുടെ പിന്തുണ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പിന്തുണ ഉണ്ടായിരുന്നിട്ടും പാർലമെന്ററി പാർട്ടിയിൽ ദീപ്തിക്ക് തിരിച്ചടിയായി. അതേസമയം ദീപ്തിയെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചേക്കുമെന്നും മെട്രോപൊളിറ്റൻ കമ്മിറ്റി അധ്യക്ഷയാക്കുമെന്നും സൂചനയുണ്ട്. പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ ദീപ്തി തന്നെ ഒഴിവാക്കാൻ ബോധപൂർവം ശ്രമം നടന്നെന്നാരോപിച്ച KPCC പ്രസിഡന്റിന് പരാതി നൽകിയതായും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. ISROയുടെ LVM-3 M6 റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം കൃത്യമായ ഭ്രമണപഥത്തിലെത്തിച്ചതായി ISRO ചെയർമാൻ V നാരായണൻ അറിയിച്ചു. അഭിമാന നിമിഷമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. 2, 1, 0. The beast stands ready. India's LVM-3 rocket. ടവറുകളും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളും ഇല്ലാതെ മൊബൈൽ ഫോണുകളിൽ നേരിട്ട് ഇന്റർനെറ്റ് എത്തിക്കുന്ന ലോകത്തെ ആദ്യ ഉപഗ്രഹമായ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ആണ് ISRO വിക്ഷേപിച്ചത്.
അമേരിക്കൻ കമ്പനിയായ AST മൊബൈലിന് വേണ്ടിയാണ് വിക്ഷേപണം നടത്തിയത്. ലോകമെമ്പാടുമുള്ള സ്മാർട്ട് ഫോണുകളിൽ നേരിട്ട് അതിവേഗ സെല്ലുലാർ ബ്രോഡ്ബാൻഡ് ലഭ്യമാക്കുന്ന അടുത്ത തലമുറ ഉപഗ്രഹമാണിത്. ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം കൃത്യമായ ഭ്രമണപഥത്തിൽ എത്തിച്ചതായി ISRO ചെയർമാൻ V. നാരായണൻ അറിയിച്ചു. അഭിമാന നിമിഷമെന്ന് പറഞ്ഞ അദ്ദേഹം പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. I am extremely happy to announce that LVM-3 Bahubali rocket M6 launch vehicle has successfully and precisely injected the Bluebird Block 2 communication satellite in the intended orbit. ISROയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹ വിക്ഷേപണമാണ് ശ്രീഹരിക്കോട്ടയിൽ നടന്നത്. 6500 കിലോഗ്രാമാണ് ഭാരം. ഭൂമിയിൽ നിന്ന് 520 കിലോമീറ്റർ അകലെയാണ് ഭ്രമണപഥം നിശ്ചയിച്ചിരിക്കുന്നത്. L-110 ഹൈത്രസ് വികാസ് എഞ്ചിൻ റോക്കറ്റിൽ നിന്ന് വേർപെടുന്ന ഘട്ടവും വിജയിച്ചതോടെ C-25 ക്രയോജനിക് ഘട്ടവും പ്രവർത്തിച്ചു തുടങ്ങി. ഏറ്റവും വലിയ വാണിജ്യ വാർത്താവിനിമയ ഉപഗ്രഹമെന്ന ഖ്യാതിയും ഇതോടെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 സ്വന്തമാക്കും. ന്യൂസ് ഡെസ്ക് ജീവൻ. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിനെ പുകഴ്ത്തി ശശി തരൂർ MP. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ പുരോഗതിയാണ് ബീഹാറിൽ ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. നിതീഷ് സർക്കാരിനെതിരെ കോൺഗ്രസ് സമരം ശക്തമാക്കുന്നതിനിടെയാണ് തരൂരിന്റെ പരാമർശം. ബീഹാറിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖല മുമ്പത്തേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ശശി തരൂർ പറഞ്ഞു. രാത്രി വൈകിയും ജനങ്ങൾ ഇപ്പോൾ തെരുവിലുണ്ട്. മുൻപത്തെ പ്രശ്നങ്ങൾ ഇപ്പോഴില്ല. വൈദ്യുതി, ജലം എന്നിവ എല്ലായിടത്തുമുണ്ടെന്നും തരൂർ പറഞ്ഞു. നിതീഷ് കുമാറിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നായിരുന്നു തരൂരിന്റെ മറുപടി. सर आप बिहार में हाँ सर आज बिहार में आए तो क्या बदलाव आपको दिखा सर बिहार में? देखिए बदलाव तो बहुत देखते हैं, लेकिन मैं तो पहले इतना साल पहले नहीं आया था. मैं सुना हूँ कि हाल अच्छा नहीं. ബീഹാറിലെ വികസനം കാണുന്നതിൽ സന്തോഷമുണ്ട്. തീർച്ചയായും അവിടുത്തെ ജനങ്ങൾക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് നൽകേണ്ടതെന്നും തരൂർ പറഞ്ഞു. आजकल तो रास्ते अच्छा लग रहा है. रात के वक्त लोग बाहर है, इलेक्ट्रिसिटी चल रही है, पानी चल रही है, सब कुछ मेरे ख्याल में अच्छा लग रहा है. ज्ञान की असली रही है, विरासत की असली रही है. यहाँ साहित्य उत्सव हो रहा है. नालंदा तो अलग बात है, क्योंकि मैं 20 साल पहले लिखा था जब हमारी നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP വിഷയത്തിൽ അഭിനന്ദനവുമായി ശശി തരൂർ രംഗത്തെത്തിയത് വിവാദമായിരുന്നു. കേരളത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയിച്ച കോൺഗ്രസിനെ അഭിനന്ദിക്കുകയാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കൃത്യമായ സൂചന നൽകുന്നതാണ് കോൺഗ്രസിന്റെ വിജയം. ഭരണവിരുദ്ധ വികാരമുണ്ടെന്നതിന്റെ സൂചനയാണ് 2020 താരതമ്യം ചെയ്യുമ്പോഴുള്ള UDFന്റെ മികച്ച വിജയമെന്ന് ശശി തരൂർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജീവൻ. രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയിൽ കോൺഗ്രസിൽ അമർഷം. നിർണായക ഘട്ടങ്ങളിൽ രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല എന്നാണ് വിമർശനം. പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തി വേണം പ്രവർത്തിക്കേണ്ടതെന്ന് കോൺഗ്രസ് MP ഇമ്രാൻ മസൂദ് ആവശ്യപ്പെട്ടു. ഇന്ദിരാഗാന്ധിയെപ്പോലെ കരുത്തയായ പ്രധാനമന്ത്രിയായിരിക്കും പ്രിയങ്ക ഗാന്ധിയെന്നും മസൂദ് പറഞ്ഞു. പാർലമെന്റിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം BBG റാംജി പദ്ധതി അവതരിപ്പിച്ച വേളയിൽ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളെല്ലാം പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ BMW കമ്പനിയുടെ പ്ലാന്റിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനമുയരാൻ ഇടയാക്കിയിരിക്കുകയാണ്. ശശി തരൂർ MP ആശയക്കുഴപ്പത്തിലാണെന്നും ഇമ്രാൻ മസൂദ് പറഞ്ഞു. തരൂരിന് മുഖ്യമന്ത്രിയാകണം, അതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് BJPയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും കേരളത്തിൽ BJPക്ക് ഭാവിയില്ല എന്നതാണ് തരൂരിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നതെന്നും ഇമ്രാൻ മസൂദ് അഭിപ്രായപ്പെട്ടു. ഏറെ മാസങ്ങളായി കോൺഗ്രസിനെ വെട്ടിലാക്കിയ പ്രതികരണങ്ങൾ തുടരുകയാണ് ശശി തരൂർ. ന്യൂസ് ഡെസ്ക് ജീവൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബലാത്സംഗം നടത്തിയെന്ന് എപ്സ്റ്റീൻ രേഖ. വെരിഫൈ ചെയ്യാൻ സാധിക്കാത്ത ആരോപണമെന്ന രീതിയിലാണ് ട്രംപിനെതിരായ ബലാത്സംഗ ആരോപണം എപ്സ്റ്റീനിൽ ഉൾപ്പെട്ടത്. എന്നാൽ ആരോപണം നിഷേധിച്ച് US നീതിന്യായ വകുപ്പ് രംഗത്തെത്തി. ചൊവ്വാഴ്ചയാണ് എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടത്. ഇതിൽ ഫെഡറൽ അന്വേഷണ സംഘങ്ങൾക്ക് നൽകിയ മൊഴികളും ഉൾപ്പെട്ടിരുന്നു. ഇതിലാണ് ട്രംപിനെതിരായ ആരോപണം ഉൾപ്പെടുന്നത്. ട്രംപും എപ്സ്റ്റീനും ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ ആരോപണം. ഇതു സംബന്ധിച്ച് ഒരു ലിമോസിൻ ഡ്രൈവറും മൊഴി നൽകിയിട്ടുണ്ട്. യുവതിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ട്രംപും എപ്സ്റ്റീനും തമ്മിൽ ചർച്ച നടത്തുന്നത് താൻ കേട്ടുവെന്നാണ് ഇയാളുടെ മൊഴി.
എന്നാൽ ഈ മൊഴികളിൽ FBI തുടർ പരിശോധന നടത്തിയോ എന്ന് വ്യക്തമല്ല. പക്ഷേ രേഖകളുടെ പരാമർശങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് US നീതിന്യായ വകുപ്പ്. 30,000-ഓളം രേഖകളാണ് എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടത്. അതിൽ ട്രംപിനെതിരായ സ്ഫോടനാത്മകമായ ചില പരാമർശങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. 2020 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഈ രേഖകൾ FBIക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടത്. ഇത് പൂർണ്ണമായും വ്യാജമാണെന്ന് US നീതിന്യായ വകുപ്പ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ജീവൻ. ലിബിയൻ സൈനിക മേധാവി ജനറൽ മുഹമ്മദ് അലി ഹദ്ദാദിന് വിമാനാപകടത്തിൽ ദാരുണാന്ത്യം. സൈനിക മേധാവിക്ക് പുറമെ 4 പേർ കൂടി വിമാനത്തിലുണ്ടായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചതായി ലിബിയൻ പ്രധാനമന്ത്രി അബ്ദുൽ ഹമീദ് ദബൈബ അറിയിച്ചു. ലിബിയൻ സൈനിക മേധാവി ജനറൽ മുഹമ്മദ് അലി ഹദ്ദാർ തുർക്കി സന്ദർശനത്തിനെത്തി മടങ്ങുമ്പോഴാണ് ചൊവ്വാഴ്ച രാത്രി അപകടമുണ്ടായത്. അങ്കാറയിലെ എസൻബോഗ വിമാനത്താവളത്തിൽ നിന്ന് രാത്രി 8:10 പറന്നുയർന്ന അരമണിക്കൂറിനകം തന്നെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. ഹദ്ദാറും സംഘവും യാത്ര ചെയ്തിരുന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ എയർ ട്രാഫിക് കൺട്രോളുമായുള്ള എല്ലാ ആശയവിനിമയവും നഷ്ടപ്പെട്ടിരുന്നു. ഹദ്ദാറിന്റെ വിയോഗം രാജ്യത്തിന് വലിയ നഷ്ടമാണെന്ന് ലിബിയൻ പ്രധാനമന്ത്രി അബ്ദുൽ ഹമീദ് ദബൈബ പറഞ്ഞു. തുർക്കിയും ലിബിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ബന്ധപ്പെട്ടുള്ള ഉന്നതതല ചർച്ചയ്ക്കായിരുന്നു ഹദ്ദാദ് തുർക്കിയിലെത്തിയത്. ഭിന്നിച്ചു നിൽക്കുന്ന ലിബിയൻ സൈന്യത്തെ ഒന്നിപ്പിക്കാൻ UN-ന്റെ മധ്യസ്ഥതയിൽ തുടരുന്ന ശ്രമങ്ങളിൽ ഹദ്ദാദ് നിർണായക പങ്ക് വഹിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. KPCCയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് കൊച്ചി മേയറെ തീരുമാനിച്ചതെന്ന് ദീപ്തി മേരി വർഗീസ്. തനിക്ക് കൗൺസിലർമാരുടെ പിന്തുണയില്ല എന്നത് പറയുന്നത് തെറ്റാണ്. കോർ കമ്മിറ്റി ചേരാതെയാണ് തീരുമാനമെടുത്തതെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവാണ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകാൻ ചുമതലയേൽപ്പിച്ചതെന്ന് ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ചർച്ചയും നടന്നില്ലെന്നും കൌൺസിലർമാർക്ക് സ്വതന്ത്രമായി അഭിപ്രായം രേഖപ്പെടുത്താൻ ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. KPCC കൊടുക്കുന്ന സർക്കുലർ പ്രകാരം വേണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ. തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് എങ്ങനെ വേണമെന്ന് അതിൽ പറഞ്ഞിരുന്നു. ആ പറഞ്ഞിരുന്ന ഒരു പ്രോസസ് നടത്തുന്നതിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വതന്ത്രമായി കൌൺസിലർമാർ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ തീരുമാനം മറ്റൊന്നാകുമായിരുന്നു. കണക്ക് പറഞ്ഞ് ദീപ്തിക്ക് പിന്തുണയില്ലെന്ന് പറയുന്നത് അംഗീകരിക്കില്ല. തീരുമാനത്തിൽ നിരാശയില്ലെന്നും പാർട്ടി ഉത്തരവാദിത്തങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ദീപ്തി മേരി വർഗീസ് കൂട്ടിച്ചേർത്തു. യാത്രക്കാർക്ക് ഇരട്ടി പ്രഹരം നൽകി ഇന്ത്യൻ റെയിൽവേ. ദീർഘദൂര യാത്രയ്ക്കുള്ള നിരക്ക് വർദ്ധിപ്പിച്ചതിന് പുറമെ നിശ്ചിത ഭാരത്തേക്കാൾ കൂടുതൽ ലഗേജ് കൊണ്ടുപോകുന്നവരിൽ നിന്ന് അധിക ചാർജ് ഈടാക്കാനും നീക്കം ആരംഭിച്ചു. ഡിസംബർ 26 മുതലാണ് ഇന്ത്യൻ റെയിൽവേ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക. ജനറൽ ക്ലാസിൽ 215 കിലോമീറ്ററിൽ കൂടുതലുള്ള ദൂരത്തിന് കിലോമീറ്ററിന് 1 പൈസയും, സ്ലീപ്പർ, മെയിൽ, എക്സ്പ്രസ് ട്രെയിനുകളുടെ എല്ലാ AC ക്ലാസുകളിലും കിലോമീറ്ററിന് 2 പൈസയും വർദ്ധിപ്പിക്കും. അതായത് 500 കിലോമീറ്റർ സ്ലീപ്പർ യാത്രയ്ക്ക് ഏകദേശം 10 രൂപ അധികം കൊടുക്കേണ്ടി വരും. അതേസമയം വിമാനങ്ങളിൽ എന്ന പോലെ ട്രെയിനുകളിലും നിശ്ചിത പരിധിയേക്കാൾ കൂടുതൽ ലഗേജ് കൊണ്ടുപോകുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ റെയിൽവേ ഒരുങ്ങുകയാണ്. ട്രെയിനുകളിൽ നിശ്ചിത ഭാരത്തിൽ കൂടുതൽ കൊണ്ടുപോകുന്നത് സഹയാത്രക്കാർക്ക് അസൗകര്യമുണ്ടാക്കുന്നു എന്നാണ് റെയിൽവേയുടെ ന്യായം. ഇതിന് അധിക ചാർജ് ഈടാക്കും. 2ാം ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന് 35 കിലോഗ്രാം ലഗേജ് സൗജന്യമായും 70 കിലോഗ്രാം അധിക ചാർജ് നൽകിയും കൊണ്ടുപോകാൻ അനുവാദമുണ്ട്. സ്ലീപ്പർ ക്ലാസ് യാത്രക്കാർക്ക് സൗജന്യമായി 40 കിലോഗ്രാം 80 കിലോഗ്രാം ചാർജ് നൽകിയും കൊണ്ടുപോകാം. AC 3 ടയർ അല്ലെങ്കിൽ ചെയർ കാറിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് 40 കിലോഗ്രാം സൗജന്യ അലവൻസ് അനുവദിച്ചിട്ടുണ്ട്. ഇത് പരമാവധി പരിധി കൂടിയാണ്. ഫസ്റ്റ് ക്ലാസ് AC 2 ടയർ യാത്രക്കാർക്ക് 50 കിലോഗ്രാം ലഗേജ് സൗജന്യമായും പരമാവധി പരിധി 100 കിലോഗ്രാം വരെയും കൊണ്ടുപോകാൻ അനുവാദമുണ്ട്. AC ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് 70 കിലോഗ്രാം സൗജന്യമായും 150 കിലോഗ്രാം വരെ ചാർജ് ഈടാക്കിയും കൊണ്ടുപോകാം. ന്യൂസ് ഡെസ്ക് ജീവൻ. ആർക്ക് വോട്ട് ചെയ്യണം എന്ന നിർദ്ദേശം കത്തോലിക്ക സഭാ നേതൃത്വം വിശ്വാസികൾക്ക് നൽകാറില്ലെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. BJPയെ തൊട്ടുകൂടാനാവാത്ത പാർട്ടിയായി സഭ കണക്കാക്കിയിട്ടില്ല എന്നും പാംപ്ലാനി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഉള്ള തലമുറ പലപ്പോഴും ഈ പൊളിറ്റിക്സിൽ നിന്ന് അകലം പാലിച്ചു. അത് വേണ്ട രീതിയിൽ അവരെ അതിലേക്ക് ഓറിയന്റ് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനോ
പലപ്പോഴും നമുക്ക് സാധിച്ചില്ല. ക്രിസ്ത്യൻ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമെന്നും ആ പ്രതിസന്ധികളെ ആരൊക്കെ എങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യുന്നുവെന്നും സമുദായം വിലയിരുത്തുമെന്നും അതിനനുസരിച്ച് വോട്ട് ചെയ്യുമെന്നും മാർ പാംബ്ലാനി പറഞ്ഞു. ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മാർ പാംബ്ലാനിയുടെ പ്രതികരണം. ശരിയും തെറ്റും മനസ്സിലാക്കി ഉത്തരവാദിത്വ ബോധത്തോടെ തീരുമാനമെടുക്കാൻ സമുദായത്തെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമുണ്ട്. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഇന്നവർക്ക് വോട്ട് ചെയ്യാൻ മെത്രാൻ അച്ഛൻ പറയേണ്ട കാര്യമില്ല. അവരുടേതായ തെരഞ്ഞെടുപ്പ് അവർ ചെയ്യുന്നതിനെ സഭാ നേതൃത്വം വിലയിരുത്താറുണ്ട് എന്നത് സത്യമാണ്. അല്ലാതെ ഇത്തവണ ഇന്ന മുന്നണിക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ വോട്ട് ചെയ്യാൻ പരിശീലിപ്പിക്കപ്പെട്ടവരല്ല ക്രിസ്ത്യാനികൾ. വസ്തുതകൾ വിലയിരുത്തുവാനും നിലപാടുകൾ സ്വീകരിക്കുവാനും അവകാശമുണ്ടെന്ന് കരുതുന്നവരാണ് സഭാ നേതൃത്വം. BJP തൊട്ടുകൂടാത്ത പാർട്ടിയെ സഭ കണക്കാക്കിയിട്ടില്ല എന്നും മാർ ജോസഫ് പാംബ്ലാനി വ്യക്തമാക്കി. സഭയുടെ നിലപാടുകൾ എവിടെ സ്വീകരിക്കപ്പെടുന്നു, എവിടെ തിരസ്കരിക്കപ്പെടുന്നു എന്നത് വിലയിരുത്തുവാൻ സമുദായത്തിന് കഴിവുണ്ടെന്നും മാർ പാംബ്ലാനി പറഞ്ഞു. വന്യമൃഗശല്യം, റബ്ബറിന്റെ വിലയിടിവ്, കർഷകരുടെ വിഷയം തുടങ്ങിയ പല വിഷയങ്ങളിലും ഒബ്ജക്റ്റീവായ വിലയിരുത്തൽ സഭാ നേതൃത്വത്തിനുണ്ട്. വന്യമൃഗ വിഷയത്തിൽ സഭ ഉന്നയിച്ച വാദങ്ങൾ പലതും സംസ്ഥാന സർക്കാർ വനം വന്യജീവി നിയന്ത്രണ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കാൻ മുഖ്യമന്ത്രി മുൻകൈയെടുത്തത് സഭ ഉയർത്തുന്ന വിഷയങ്ങൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഗൗരവമായി കാണുന്നു എന്നതിന്റെ സൂചനയാണ്. അതിന്റെ പേരിൽ എല്ലാവരും ആ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും ഞങ്ങൾ പറയില്ലെന്നും പാംബ്ലാനി പറഞ്ഞു. JB കോശി കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെ മാർ പാംബ്ലാനി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. ജനതാദൾ എസ് ലയനത്തിനായി രൂപീകരിച്ച പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പുതിയ പാർട്ടിക്കാണ് അംഗീകാരം ലഭിച്ചത്. ജനുവരി 10 കൊച്ചിയിൽ വച്ച JDS കേരള ഘടകം ISJDയിൽ ലയിക്കും. മാത്യു ടി തോമസ് ISJDയുടെ സംസ്ഥാന പ്രസിഡന്റാകും. മന്ത്രി K കൃഷ്ണൻകുട്ടി അടക്കമുള്ള നേതാക്കളും പുതിയ പാർട്ടിയുടെ ഭാഗമാകും. ദേശീയ തലത്തിൽ JDS BJPയുടെ ഭാഗമായതോടെ കേരള നേതാക്കൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു. മറ്റു പാർട്ടിയിലേക്ക് പോകാനും പറ്റാത്ത സാഹചര്യമുണ്ടായി. തുടർന്ന് പുതിയ പാർട്ടി രൂപീകരിച്ച് ലയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകി. കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിക്ക് അനുമതി നൽകിയത്. ഈ പാർട്ടി പുതിയ ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലും JDS ചിഹ്നമായ കറ്റയ്യന്റെ കർഷക സ്ത്രീ അടയാളപ്പെടുത്തിയായിരുന്നു കേരളത്തിലെ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. ISJDയുടെ ചിഹ്നം ചക്രമായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. HD ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള ദേശീയ നേതൃത്വം BJPക്കൊപ്പം ചേർന്ന സമയത്ത് തന്നെ കേരള നേതാക്കൾ പാർട്ടിയുടെ ദേശീയ നേതൃത്വവുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരുന്നു. പക്ഷേ മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയോ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ലയിക്കുകയോ ചെയ്യാത്തതിനാൽ സാങ്കേതികമായി BJP മുന്നണിയിലുള്ള ജനതാദളിന്റെ ഭാഗമാണ് മന്ത്രി K കൃഷ്ണൻകുട്ടി അടക്കമുള്ളവർ. അത് മറികടക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പാർട്ടി രൂപീകരണം. ന്യൂസ് ഡെസ്ക് ജീവൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷ പാളിയെന്ന് BJP സംസ്ഥാന നേതൃയോഗത്തിൽ വിമർശനം. തൃശൂരിൽ ഉൾപ്പെടെ വോട്ട് ശതമാനം കുറഞ്ഞതിൽ നേതൃത്വം കാരണം വ്യക്തമാക്കണമെന്നും നേതൃയോഗത്തിൽ ആവശ്യമുയർന്നു. തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ ചില നേതാക്കൾ നേതൃത്വത്തെ പറ്റിക്കുകയാണ്. അതിന്റെ പേരിൽ കോടികൾ കൊണ്ടുപോയി. തൃശൂരിൽ ഉൾപ്പെടെ വോട്ട് ശതമാനം കുറഞ്ഞു. വോട്ട് ശതമാനം കുറഞ്ഞതിൽ നേതൃത്വം കാരണം വ്യക്തമാക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ നേതൃയോഗത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലുണ്ടായിരുന്ന BJP അനുകൂല തരംഗം മുതലെടുക്കാൻ കഴിഞ്ഞില്ല. ചില നേതാക്കൾ പാർട്ടി ഫണ്ടിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നുവെന്നും വിമർശനമുയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിനാണ് കണ്ണൂരിൽ യോഗം ചേർന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് 4 പേരുകളാണ് പരിഗണനയിൽ. VV രാജേഷ്, R ശ്രീലേഖ, കരമന അജിത്ത്, V ഗിരി എന്നിവരുടെ പേരുകൾ കേന്ദ്രത്തിന് അയച്ചു. 2020 നേട്ടം ഇത്തവണ ഉണ്ടാക്കിയെന്ന് MD രമേശ് വ്യക്തമാക്കി. പഞ്ചായത്തുകളുടെ എണ്ണം കൂട്ടി. LDF വിരുദ്ധ വികാരത്തിന്റെ ഗുണം കൂടുതൽ കിട്ടിയത് UDFനാണ്. ഇതിനിടയിലും BJPക്ക് നേട്ടമുണ്ടായി. BJPയെ തോൽപ്പിക്കാൻ 3000-ലധികം വാർഡുകളിൽ UDF, LDF ഒന്നിച്ചു നിന്നു. പന്തളം മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ പരസ്പരം സഹായിച്ചതുകൊണ്ടാണ് BJPക്ക് നഷ്ടമായത്. സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും പല സ്ഥലങ്ങളും വോട്ട് ഇരുമുന്നണികളും മുറിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ തുടക്കം കേരളത്തിൽ വന്നുവെന്നും MD രമേശ് കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ജീവൻ. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കോഴി, താറാവ്, കാട എന്നിവയിലാണ് രോഗം കണ്ടെത്തിയത്. മൃഗസംരക്ഷണ വകുപ്പ് പ്രതിരോധ നടപടികൾ ആരംഭിച്ചു.
ആലപ്പുഴയിലെ 8 പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളിലും കോട്ടയത്ത് 3 വാർഡുകളിലുമാണ് പക്ഷിപ്പനി രോഗബാധ. കരുവാറ്റ, ചെറുതന, കാർത്തികപ്പള്ളി, അമ്പലപ്പുഴ തെക്ക്, തകഴി, നെടുമുടി, പുന്നപ്ര, പുറക്കാട് എന്നീ പഞ്ചായത്തുകളിൽ ഓരോ വാർഡുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോട്ടയത്ത് കുറുപ്പുംതറ, മാഞ്ഞൂർ, കല്ലുപുരയ്ക്കൽ, വേലൂർ എന്നിവിടങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ 3-ാം ഊഴം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കി CPM. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കണം എന്നാണ് CPM-ൽ ധാരണയായിരിക്കുന്നത്. 3-ാം ഊഴം ഉറപ്പിക്കാനിറങ്ങുന്ന CPM-നായി മത്സരരംഗത്തിറങ്ങി പിണറായി തെരഞ്ഞെടുപ്പ് നയിക്കുമോ അതോ മത്സരിക്കാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുമോ എന്നാണ് അറിയേണ്ടത്. പിണറായി വിജയൻ മത്സരരംഗത്തില്ലെങ്കിൽ CPM മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കുക ആരെയാകുമെന്നതും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. CPM ജനപ്രിയ നേതാക്കളെ മത്സരരംഗത്തേക്ക് പരിഗണിക്കുമെന്ന സൂചനകളാണ് വരുന്നത്. 2021 കർശനമായി നടപ്പിലാക്കിയ 2 ടേം വ്യവസ്ഥ ഇത്തവണ CPM വേണ്ടെന്ന് വെച്ചേക്കും. 2021 CPM വിജയിച്ച 62 സീറ്റുകളിൽ 23 എണ്ണത്തിലും 2ാം തവണയും മത്സരിച്ചവരായിരുന്നു. 2ാം ടേം നിബന്ധന കർശനമാക്കിയാൽ ഈ 23 പേർക്കും CPM ഇത്തവണ സീറ്റ് നിഷേധിക്കേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ ഇവരിൽ പകുതി പേരെ മത്സരിപ്പിച്ചില്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാമെന്ന് CPM കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ തവണ 2 ടേം വ്യവസ്ഥ കർശനമാക്കിയതിനെ തുടർന്ന് മത്സരരംഗത്തുനിന്ന് മാറ്റി നിർത്തിയ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ഏതാനും നേതാക്കളെ 2026 മത്സരിപ്പിക്കുവാനും CPM ആലോചിക്കുന്നുണ്ട്. 2 ടേം ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, KK ശൈലജ, മന്ത്രിമാരായ വീണ ജോർജ്, OR കേളു എന്നിവർക്ക് അവസരം ലഭിച്ചേക്കും. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ 7 MLA-മാരാണ് 2ാം ഊഴം പൂർത്തിയാക്കിയത്. ജില്ലാ സെക്രട്ടറി V. ജോയി ഒഴികെയുള്ള 6 പേർക്കും വിജയസാധ്യത പരിഗണിച്ച് 3ാം ഊഴം നൽകിയേക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് ജീവൻ. ശ്രീലങ്കയ്ക്കെതിരായ 2ാം വനിതാ T20-യിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. ഇന്ത്യക്കായി ഷെഫാലി വർമ്മ അർദ്ധ സെഞ്ചുറി നേടി. ഇതോടെ പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലെത്തി. വിശാഖപട്ടണത്ത് നടക്കുന്ന മത്സരത്തിൽ ടോസ് വിജയിച്ച ഇന്ത്യ ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. 32 പന്തിൽ നിന്ന് 33 റൺസെടുത്ത ഹർഷിത സമരവിക്രമയാണ് ശ്രീലങ്കൻ നിരയിലെ ടോപ്പ് സ്കോറർ. ഇന്ത്യക്കായി നല്ലപുരഡി ശ്രീചരണി 3-ഉം വൈഷ്ണവി ശർമ്മ 2-ഉം വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്കായി ഷെഫാലി വർമ്മ അർദ്ധ സെഞ്ചുറി നേടി. 34 പന്തിൽ നിന്ന് 69 റൺസാണ് താരം നേടിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്കയ്ക്ക് തുടക്കത്തിൽ തന്നെ ഓപ്പണറായ വിഷ്മി ഗുണരത്നയെ നഷ്ടമായി. തുടക്കം തന്നെ പതറിയെങ്കിലും ക്രീസിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച ക്യാപ്റ്റൻ ചാമരി അതബത്തുവിനെ സ്നേഹാറാണ മടക്കി. 24 പന്തിൽ നിന്ന് 31 റൺസാണ് താരം നേടിയത്. ഹാസിനി പെരേരയും ഹർഷിത സമരവിക്രമയും ചേർന്ന് പരിങ്ങലിലായ ബാറ്റിംഗ് നിരയെ കരകയറ്റാനായി ശ്രമിച്ചെങ്കിലും നല്ലപുരഡി ശ്രീചരണി ഹാസിനിയെ മടക്കി ആ കൂട്ടുകെട്ട് പൊളിച്ചു. പിന്നീട് ഹർഷിതയെ അമൻജോത് കൌർ റണ്ണൌട്ടാക്കി. പിന്നീട് വന്നവർക്ക് കാര്യമായൊന്നും ചെയ്യാനായില്ല. ഇന്ത്യക്കായി നല്ലപുരഡി ശ്രീചരണി 3-ഉം വൈഷ്ണവി ശർമ്മയും ക്രാന്തി ഗൌഡും 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. സ്നേഹാറാണയും അമൻജോതും ഓരോ വിക്കറ്റ് പിഴുതു. 9 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസിന് ശ്രീലങ്കയെ ഒതുക്കാൻ ഇന്ത്യക്കായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ അനായാസം 129 റൺസിലേക്ക് ബാറ്റ് വീശി. സൂപ്പർ താരം സ്മൃതി മന്ദാനയ്ക്ക് 2ാം മത്സരത്തിലും തിളങ്ങാനായില്ല. 11 പന്തിൽ 14 റൺസെടുത്ത താരത്തിനെ കവിഷ തിൽഹരി മടക്കി. എന്നാൽ പുറത്താകാതെ നിന്ന ഷെഫാലി വർമ്മ മികച്ച ഫോമിലേക്ക് ഉയർന്നതോടെ ഇന്ത്യ 49 ബോൾ ശേഷിക്കെ ഇന്ത്യ ജയമുറപ്പിച്ചു. ജെമിംബ റോഡ്രിഗസ് 15 പന്തിൽ 26 റൺസും ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌർ 12 ബോളിൽ 10 റൺസും നേടി. ഡിസംബർ 26-ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് പരമ്പരയിലെ അടുത്ത മത്സരം. സ്പോർട്സ് ഡെസ്ക് ജീവൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ശബരിമല സ്വർണ്ണക്കൊള്ള ഡി മണിയെ തേടി അന്വേഷണ സംഘം ചെന്നൈയിൽ. ചോദ്യം ചെയ്യൽ 2 ദിവസത്തിനകം. മുൻകൂർ ജാമ്യം തേടി ശങ്കർദാസും വിജയകുമാറും കോടതിയിൽ.
കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനം ടേം വ്യവസ്ഥയിൽ പങ്കിടാൻ ധാരണ. ആദ്യ 2.5 വർഷം VK മിനിമോൾ മേയറാവും. രണ്ടാം ടീമിൽ ഷൈനി മാത്യു ദീപ്തിയെ താഴ്ന്നു. അമേരിക്കൻ ഉപഗ്രഹത്തെ ബഹിരാകാശത്തെത്തിച്ച ISRO. വിക്ഷേപണം വിജയകരം. ഇന്ത്യക്ക് അഭിമാന നേട്ടമെന്ന് ചെയർമാൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബലാത്സംഗം നടത്തിയെന്ന എപ്സ്റ്റീൻ രേഖ ആരോപണം നിഷേധിച്ച നീതിന്യായ വകുപ്പ്. പ്രതികരിക്കാതെ ട്രംപ്. ലങ്കയ്ക്കെതിരായ രണ്ടാം വനിതാ T20യിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. ഷെഫാലി വർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. പരമ്പരയിൽ ഇന്ത്യ മുന്നിൽ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. ജീവന്റെ നോൺ എഡിഷൻ സമാപിച്ചു. നമസ്കാരം.